കൂട്ടുകാർക്ക് നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മോദകമാണ്. സാധാരണ നമ്മൾ ഗണേശ ചതുർത്ഥിക്കാണ് മോദകം തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അന്നേരം ആ നെയ്യും ഉപ്പും എല്ലാം നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് മിക്സായി കിട്ടും. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. അതിനായിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അരിപ്പൊടി ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ അരിപ്പൊടിയിലോട്ട് എല്ലായിടവും വെള്ളം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ അത് നന്നായിട്ട് ആ ആവിയിലൊന്ന് വെന്ത് കിട്ടും. 5 മിനിറ്റ് അടച്ചു വെക്കാം നമുക്ക്. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി ഒന്നും ഡ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ നെയ്യൊക്കെ ഒന്ന് ആ തേങ്ങയിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മതിയാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം നമ്മൾ നെയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി അതൊന്ന് ആ തേങ്ങയുടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒത്തിരി അതൊന്നും മെൽറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഞാൻ ചേർത്തിരിക്കുന്നത് 3 ഏലക്ക ഇച്ചിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചാണ് ചേർത്തതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികം അങ്ങ് ചൂടായി മെൽറ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഒത്തിരി മെൽറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് ഒത്തിരി കട്ടിയായി പോവും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തണുക്കാനത് വെക്കാം. അപ്പോൾ മാവ് നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് അടച്ചു വെച്ച്. ഇപ്പോൾ നന്നായിട്ട് ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇത് മാവൊക്കെ നന്നായിട്ട് ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയൊരു ചൂടോടെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ്. അതുപോലെ ഈ മാവ് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൗൾഡിലേക്ക് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇനി മോദകത്തിൻ്റെ മൗൾഡ് വേണം നമ്മൾ നിറച്ച് കൊടുക്കാൻ. ഇതാണ് മോദകത്തിൻ്റെ മൗൾഡ്. അപ്പോൾ ഞാൻ ചെന്നൈയിലായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടും. 20 രൂപയുള്ളൂ ഇതിന്. അപ്പോൾ നാട്ടിലൊക്കെയും ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഇത് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും ഇളക്കിയെടുക്കാൻ. ഇനി നമുക്കിത് അടച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് മാവ് നിറച്ച് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് മാവെടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തിലോട്ട് നിറച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങ് കട്ടിയായി പോകാതെ നോക്കുക. എന്നിട്ട് നിറച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് സൈഡിലോട്ട് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക മാവ്. അപ്പോൾ ആ മൗൾഡിൻ്റെ ആ ഡിസൈന് ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലോട്ട് വരും. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡിലേക്ക്. ഇനി നമുക്കിതിൻ്റെ നടുക്ക് കുറച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം കുറച്ച് മാവ് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കണം. ഇതുപോലെ കുറച്ച് മാവെടുത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് അത് അടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൗൾഡ്
ഇതുപോലെ തുറന്നിട്ട് എടുക്കുക. ഇപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഒരു മോദകം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. മൗൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മാവെടുത്ത് നമ്മൾ കുഴക്കട്ടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് കനം കുറച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മുറിഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് അതിൻ്റെ എണ്ടൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. വളരെ കനം കുറച്ച് വേണം ചെയ്തെടുക്കാൻ. ഇതിൻ്റെ വശങ്ങൾ ഇതുപോലെ വിട്ടു വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം അതിൻ്റെ നടുക്ക്. ഇനി അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കിഴിയൊക്കെ പിടിക്കുന്ന കൂട്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ മോൾഡിലൊക്കെ വെക്കുന്ന അത്ര പെർഫെക്റ്റായിട്ട് വരത്തില്ല. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാനുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പുഴുങ്ങിയെടുക്കുമ്പോൾ ഈസി ആയിട്ട് എടുക്കാം. ഇപ്പോൾ എല്ലാം മാവ് ഇതുപോലെ മോൾഡിൽ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം വെച്ച് കൊടുക്കാം. ഇപ്പം മോദകമെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് നമുക്കിത് പുഴുങ്ങിയെടുക്കണം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. മോദകമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള മോദകം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ് മോൾഡിൽ വെച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.